ഭഗവാനെ, ഇതെന്റെ എത്രാമത്തെ പെണ്ണ് കാണലാന്ന് ചോദിച്ചാ പറഞ്ഞു തരാൻ എന്റെ മനസ്സിൽ കണക്കുകളൊന്നും സൂക്ഷിച്ചിട്ടില്ലേ. ഇന്നത്തെ പെണ്ണ് കാണലെങ്കിലും ഓക്കെ ആവണേ. റിട്ടയർ ആവുന്നതിന് മുമ്പ് ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി അന്തരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കണേ എന്റെ ഭഗവാനെ. ഓ, ഗൗളി ചലച്ചു. ഇത് നടക്കും ഉറപ്പാ. മോനെ, ഗൗളിയല്ല, ഗൗരിയാണ് ചലിച്ചത്. അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നേ? പിന്നെ നിനക്ക് ഇത്തിരി സമാധാനം കിട്ടിക്കോട്ടെ എന്നോർത്ത് ഞാൻ ഗൗളിയുടെ ശബ്ദത്തിൽ ഡബ് ചെയ്തല്ലേ. അമ്മ ഒരു കാര്യം ആലോചിച്ചോക്കെ, എനിക്ക് എന്താ അമ്മ ഒരു കുറവ്? സൗന്ദര്യത്തിന് സൗന്ദര്യമില്ലേ, ജോലിക്ക് ജോലിയില്ലേ, വാട്ടർ അതോറിറ്റിയിലെ സൂപ്രണ്ടന്റ്, പിന്നെ വീടിന് വീടില്ലേ, വസ്തുവിന് വസ്തുവില്ലേ, എന്താ അമ്മ എനിക്കൊരു കുറവ്? എന്റെ പൊന്നുമോനെ രമണ, നിനക്ക് കുറവല്ല, നിനക്ക് കൂടുതലാണ്. എന്ത് വയസ്സ്? ഈ കല്യാണ മാർക്കറ്റിലെ ചെറുക്കന്റെ ജോലിക്കൊന്നും അല്ല വില, ചെറുക്കന്റെ വയസ്സിനാണ് വില. എന്താന്ന് വെച്ചാല് ഒരു പെണ്ണിനെ കാണാൻ ചെല്ലുമ്പോ പെണ്ണ് വീട്ടുകാർ ചോദിക്കും, ചെറുക്കന് വയസ്സ് എത്രയും? അതൊരു 20 എന്ന് പറയുമ്പോ ആ പെണ്ണിന്റെ മുഖത്ത് തന്നെ ഒരു ഭാവമുണ്ട്, താമരിങ്ങനെ വിരിഞ്ഞു നിൽക്കണ പോലെ ഇരിക്കും. അതൊരു 30 എന്ന് പറയുമ്പോ താമരിങ്ങനെ കൂമ്പി അടഞ്ഞ പോലെ നടന്ന്. അതൊരു 40 എന്നെങ്ങാനും പറഞ്ഞാലാ ദേ കിടക്കണ ചട്ടിയെങ്കിലും ആ ചെറുക്കനെയും വേണ്ട, കല്യാണവും വേണ്ട, ഒന്നും വേണ്ട. നിനക്കും 40-45 വയസ്സിന് മേലായില്ലേ? നീ ഈ വയസ്സങ്ങനത്തെ എപ്പോ പെണ്ണ് കേട്ടാനാടാ? എല്ലായിടത്തും ഉണ്ട് അമ്മമാര്, മക്കൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന അമ്മമാര്. എനിക്കുണ്ടൊരു അമ്മ, എന്നെ തകർക്കാനായിട്ടൊരമ്മ. നീ ഇങ്ങനെ കഥയും പറഞ്ഞിട്ട് എന്താ കാര്യം? നീ പോയി ഷർട്ട് എടുത്തിട്ടുണ്ടെന്ന് സൂര്യ ഇപ്പൊ വരുമെന്ന്. ആ ഷർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഇന്ന് ഇട്ടോണ്ട് പോകാനായിട്ട് അലക്കി തേച്ച് വെച്ച ഷർട്ട് എവിടെ? അത് നിന്റെ അനിയൻ ചെറുക്ക് എടുത്തിട്ടുണ്ട്, പുറത്തോട്ട് പോയി. ഇട്ടോണ്ട് പോയോ? അയ്യോ, ജോത്സ്യന് പ്രത്യേകം പറഞ്ഞതാ, ഇന്ന് ആ ഷർട്ട് ഇട്ടോണ്ട് പോയാ ഇന്നത്തെ കല്യാണവും പെണ്ണ് കാണലും ഒക്കെ ഓക്കെയാന്ന്. അത് മുടങ്ങിയല്ലോ എന്റെ ദൈവമേ. ഇന്ന് ഞാൻ പോയിട്ട് വരട്ടെ, ബാക്കിയുള്ളത് അപ്പോ കേട്ടാ. എന്ത് പരാത്തി ചെറുക്കൻ. അയ്യോ, ഇതുവരെ റെഡിയായില്ലേ? ദൈവമേ, 10 മണിയാവുമ്പോ പെണ്ണിനെ വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞാ. എടാ, ഞങ്ങൾ എത്ര നേരം ഒരുങ്ങി നിൽക്കണം, നീയല്ലേ താമസിച്ചത്? സുനി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കല്യാണമെങ്കിലും നടന്നില്ലെങ്കിൽ ഞങ്ങൾ വേറെ ബ്രോക്കറെ നോക്കും. അമ്മ അങ്ങനെ പറയരുത്. 25 വർഷമായിട്ട് ഞാൻ രമണൻ ചേട്ടനെ കൊണ്ട് പെണ്ണ് കാണിക്കാൻ നടക്കുവാണോ? പെണ്ണ് കാണിക്കാൻ കൊണ്ട് നടന്ന് എന്റെ കല്യാണം നടന്ന്, എന്റെ അമ്മാവന്റെ കല്യാണം നടന്ന്, എന്റെ അനിയന്റെ കല്യാണം നടന്ന്, എന്റെ ചിറ്റപ്പന്റെ കല്യാണം നടന്ന്, അങ്ങനെ എന്റെ കൂടെ നടക്കുമ്പോ കല്യാണം നടക്കുന്നില്ലെന്ന് മാത്രം അമ്മ പറയരുത്. പിന്നെ ഇന്ന് കൊണ്ട് കാണിക്കുന്ന പെണ്ണ് അമ്മയുടെ മരുമകളായിട്ട് ഈ വീട്ടിൽ ഒന്ന് കയറും, അതുപോലെ. അത് മതി, ഇറങ്ങ്. അയ്യോ, ഇറങ്ങാൻ വരട്ടെ. എന്റെ ഇളയ മോനില് റോട്ടിലോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല, നമുക്ക് ഒന്നിച്ച് പോകാം. ഞങ്ങൾ എവിടെയും പോണേ ഞങ്ങൾ 3 പേരുമായിട്ടല്ലേ പോകുള്ളൂ. വെറുതെ അല്ല, 3 പേരും കൂടെ പോയാ മുറുക്കം നിന്ന് കാപ്പി കുടിച്ച് പോരാനേ പറ്റുള്ളൂ. ഇന്ന് നമുക്ക് 3 പേർ കൂടെ പോവാം. അയ്യോ, അതെങ്ങനെ ശരിയാവും? അപ്പോഴും നമ്മൾ 3 പേരില്ലേ? അതെങ്ങനെ ആകണത്? നിങ്ങൾ അമ്മയമ്മ 2 പേരല്ലേ ഉള്ളു? ഞാൻ ഈ കുടുംബത്തിലുള്ളതല്ലോ, ഞാൻ വേറെ കുടുംബത്തിലുള്ളതല്ലേ? ഞാൻ കുടുംബത്തിലുള്ളവനേ അല്ലല്ലോ. നിന്നെ ഈ കുടുംബത്തിൽ കേറ്റാനേ കൊള്ളൂലല്ലോ. അതെ, പെണ്ണെങ്ങനുണ്ട്? അടിപൊളി സൗന്ദര്യവാ. കുട്ടിയാണെങ്കിൽ പിന്നെ പറയണ്ട, പനങ്കൊല പോലെ ഇങ്ങനെ കിടക്കല്ലേ. വെളുപ്പിന് 5 മണിയാകുമ്പോ കുളിച്ച് തുളസിക്കതിരും തലയച്ചൂടി ഈ പെണ്ണൊറ്റ പോക്ക തിരിച്ചു വരൂലേ? പിന്നെ ഒരു കാര്യം, പോണ വഴിക്ക് ഒറ്റ മനുഷ്യന്റെ മുഖത്തി പെണ്ണ് നോക്കില്ല. അതെന്താ, ആളുകളോടൊക്കെ ദേഷ്യ? അല്ലെന്ന്, നാണം. അല്ലേ, എനിക്കത് കാണാനൊരു ഫോട്ടോ. അയ്യോ, ഫോട്ടോ ഇല്ല. ഈ പെണ്ണെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ നേരത്തെ മുഖം പൊത്തിക്കളെ. അങ്ങനെയാണെങ്കിലേ ഫേസ്ബുക്കിൽ കാണുമല്ലോ. അതിന്ന് ഫേസ്ബുക്ക് ഒന്നും ഇല്ല. അല്ല, മറ്റേ ഏതാണ്ട് ഒരു ഗ്രാമോ ഇല്ല, ഇന്നത്തെ ഗ്രാമോ ഏതാണ്ടാ ഗ്രാമം? ഇൻസ്റ്റാഗ്രാം. അതൊന്നുമില്ല ഈ പെണ്ണ്. ഒരു കാര്യം, വാട്സപ്പ് ഉണ്ടാവും, അതിന്റെ ഡീപ്പ് എടുത്ത് കാണാലോ. അങ്ങനെ ഒന്നുമില്ല. സോഷ്യൽ മീഡിയ എന്താണെന്ന് പോലും അറിയില്ല. അയ്യോ, എന്നാ പിന്നെ അങ്ങനെ ഒരു പെണ്ണുണ്ടാവൂല. ഉണ്ടെന്ന്. അതല്ലേ നമ്മുടെ രമണൻ ചേട്ടന് വേണ്ടി കാണാൻ പോകുന്ന പെണ്ണ്, ഐശ്വര്യ. പിന്നെ പറയണ്ടല്ലോ, രമണൻ ചേട്ടനെ കാണാൻ കണക്കിൽ കൂടുതൽ സൗന്ദര്യം ഉണ്ടല്ലോ. ഏത് പെണ്ണ് കണ്ടാലും ഒന്നും മയങ്ങും. സുനിൽജി, ഒന്ന് വരൂ. ഇതുപോലെ നീ എന്നെ സുഖിപ്പിച്ച് കഴിഞ്ഞ 25 വർഷമായി കണ്ട വീടുകൾ തോറും കൊണ്ട് നടന്ന് ചായ കുടിച്ച്
ഷുഗർ ഇല്ലാത്ത എനിക്ക് ഷുഗർ വന്നു. എണ്ണ പലഹാരങ്ങൾ തിന്ന് പ്രഷറും കൊളസ്ട്രോളും വന്നു. എന്നെ ഒരു നിത്യ രോഗിയാക്കി. രമണൻ ചേട്ടന്റെ സംസാരം കേട്ടാ തോന്നും ഞാൻ വെളുപ്പിന് എഴുന്നിട്ട് ജിമ്മിൽ പോട്ടെ ഞാനിങ്ങനെ ഇരിക്കണമെന്ന്. ഞാൻ രമണൻ ചേട്ടൻ്റെ കൂടെ നടന്ന് ചായ മധുര പലഹാരങ്ങളൊക്കെ കഴിച്ച് ഷുഗർ കൂടി ഇരിക്കുവോ ഞാൻ തീരാറായിരിക്കും അറിയോ. അതൊന്നും പറയാൻ സമയമില്ല. ആ പെണ്ണവിടെ കാത്തിരിക്കും. ആരോ പുറകെ വിളിച്ച് ആരാ ചേട്ടൻ ക്ഷമിക്കണം അയ്യോ, എന്തിനാ താമസിന് എന്തിനാ ഇങ്ങനെ ക്ഷമ ചോദിക്കുന്നേ? സാരമില്ല, ക്ഷമിച്ചു. എല്ലാരെയും ക്ഷമിച്ചാ മതി. അമ്മ എന്നോട് ക്ഷമിക്കണം, അമ്മ ക്ഷമിക്കണം. അമ്മ എന്തരമ്മ ഏതൊരമ്മമാരാണെങ്കിലും അവരെ പൊട്ടിച്ചിട്ട് ക്ഷമിക്കോളടാ. നീ ആരോടെ പോയി കിടക്കരുത്. നീ സുനി എത്ര നേരം ഇവിടെ നിൽക്കണമെന്ന് അറിയാമോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി കാര്യങ്ങളൊന്നും പറയണ്ട, വാ നമുക്ക് പോവാം. അല്ല, എനിക്കൊരു കാര്യം. തുളസിക്കതിരി വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് കാണണം, ഇന്ന് പോയി കാണണം, ഉറപ്പിക്കണം, മറ്റന്നാ കെട്ടണം. അതുകൊണ്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് പറ. ഞാൻ പറയട്ടാ? ഞാൻ പറയുമ്പോ നിങ്ങൾ ആരും ഞെട്ടല്ലേ? പിന്നെ 10,000 പേര് വെള്ളം കുടിക്കുന്ന വാട്ടർ ടാങ്ക് പൊട്ടിയിട്ട് സൂപ്രണ്ടായ ഞാൻ ഞെട്ടിയില്ല. പിന്നെയാണോ ഇത്? എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടല്ലേ? ഇല്ല, ഞാൻ പറയും. പറയട്ടാ? പറയും. ഞാൻ പറയൂ. എന്റെ കല്യാണം കഴിഞ്ഞു. വെരി ഗുഡ്. വരൂ അമ്മേ, നമുക്ക് പോകാം. എടാ, നീ അവൻ പറഞ്ഞ കേട്ടാ? കേട്ടു. അവന്റെ കല്യാണം കഴിഞ്ഞത്. അതിന് നല്ല കാര്യമല്ലേ നടന്നത്? ഇന്നിപ്പോ ഇവിടെ ആരെ കല്യാണം നടന്നാലും, ഇനി അമ്മയുടെ കല്യാണം നടന്നാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് തുളസിക്കതിരിനെ കാണണം, ഉറപ്പിക്കണം, മറ്റന്നാ കിട്ടണം. മാറി നിൽക്കും സുനിൽജി. മക്കളെ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. എവിടെ പെണ്ണെവിടെ? പെണ്ണെ, നിങ്ങൾ എന്നെ അടിക്കോ വഴക്കോ എന്ന് പേടിച്ചിട്ട് വെളിയിൽ തന്നെ നിർത്തി. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വന്നിട്ട് തെങ്ങമ്പുരത്തിലാണോ നിർത്തുന്നത്? വിളിക്കടാ, വിളിക്ക്. ഐഷു, ഐഷു. അതമ്മ. അമ്മ. ഹായ് മോം. എടാ, എന്നെ എന്താ ചീത്ത വിളിക്കണടാ പെണ്ണ്? അമ്മേന്ന് വിളിച്ചതാ. ഞാനിപ്പോ എന്ത് പറയും? ഓക്കേ. ഓക്കേ. അത് ചേട്ടൻ. ഹായ് ബ്രോ. ഹായ് ബ്രോ. അയ്യോ, എന്നെ ഇതുവരെ ആരും ബ്രോ എന്ന് വിളിച്ചിട്ടില്ല. എല്ലാരും വിളിക്കുന്ന വല്യപ്പൂപ്പൻ, അപ്പൂപ്പൻ, ചിറ്റപ്പൻ എന്നൊക്കെയാ. ആദ്യമായിട്ട് ഒരാള് ബ്രോ എന്ന് വിളിച്ചത്. സാരമില്ല. മോളെ, എന്തോ? ഇവൻ എന്റെ അനിയനാണെങ്കിലും യഥാർത്ഥത്തിൽ എനിക്ക് അവന്റെ അച്ഛന്റെ സ്ഥാനമാണ്. അയ്യോ, അച്ഛന്റെ സ്ഥാനം മാത്രമല്ല, അച്ഛന്റെ പ്രായമുണ്ട്. ഈ പറയുന്നേ നീ കയ്യെന്നുള്ള ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. നിനക്ക് എന്താണ്? അതെ, ഇവൻ നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചെങ്കിൽ മോക്കടത്തുള്ള ഒരു കൊച്ചുണ്ടായാലോ. ഒരു കാര്യം ഞാൻ പറയാം. എന്റെ കല്യാണം മറ്റന്നാളെ നടക്കൂ. അപ്പൊ അതുവരെ നീ നിന്റെ ഭാര്യയെ പുറത്തിറക്കരുത്. മനസ്സിലായില്ല? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഭാര്യയും നിന്റെ ഭാര്യയും കൂടെ നമ്മൾ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കോ. ഓക്കെ. അതുവരെ അറസ്റ്റ്. ഓക്കെ. അതുവരെ നമ്മൾ രണ്ടൊരു മുറിക്കകത്തിരിക്കണം. അതെ, വിളിച്ചോണ്ട് പോ. നന്ദി ഏട്ടാ. ഓക്കെ. മുറിക്കകത്ത് അപ്പൊ അമ്മ നമുക്ക് പോകാം. സുനിൽജി, പോകാം. എവിടാ? എടാ, പെണ്ണ് കാണാൻ പോടെ പാട് സുനി. പെണ്ണ് കാണലിന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ ഒരു തുളസി കതിരിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നാ? ആ കതിരിന്റെ കയ്യും പിടിച്ച നിങ്ങൾ അനിയന് പകത്തായിട്ട് കയറിപ്പോയത് അറിയാവാ? ആണോ? അപ്പൊ അമ്മേ, വണ്ടിക്കാശ് ലാഭം. ഒരു കാര്യം ചെയ്യൂ, ചായ പലഹാരങ്ങൾ എടുക്കൂ, നമുക്ക് പെണ്ണ് കാണൽ ഇവിടെ തന്നെ. എടാ പൊട്ടം കൊടാപ്പാ, ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായ? എടാ, നിനക്ക് കാണാതിരുന്ന പെണ്ണിനെയാണ് നിന്റെ അനിയൻ കെട്ടിക്കൊണ്ട് വന്നെന്ന്. എന്റെ മോനെ. സുനിൽജി, ഒന്ന് വരൂ. വാട്സപ്പ് ഉണ്ടോ? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇല്ല. ഗൂഗിളിൽ തപ്പിയ കാണാനില്ല. വാട്സാപ്പിൽ ചേട്ടൻ അടിച്ചില്ല, എന്തെങ്കിലും കാര്യം കാണും. എന്താ ചേട്ടൻ എന്തൊരു കാര്യം? ഇവന്റെ പെണ്ണ് കാണല് മുടക്കിയാ. പെണ്ണ് കാണല് മുടക്കി. നിന്നെ ഞാൻ
പെണ്ണ് കാണൽ എന്റെ ചേട്ടന്റെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്റെ ചേട്ടന്റെ പെണ്ണ് കാണൽ എങ്ങനെ മുടങ്ങി? രമണൻ ചേട്ടൻ കാണാതിരുന്ന പെണ്ണ് വേറത്തിന്റെ കൂടെ ഒളിച്ചോടി പോയി. വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോണ വൃത്തികെട്ട പെണ്ണിനെയാണോ എന്റെ ചേട്ടന് വേണ്ടി നീ കണ്ടുവച്ചത്? ഒരു കുടുംബത്തിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവരുമ്പോൾ അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ ബ്രോക്കറെ? എനിക്കറിയാവോ അവക്ക് വേറെ പ്രേമമുള്ള കാര്യം. എന്റെ പൊന്ന് ചേട്ടാ, വെറുതെ ഈ ബ്രോക്കർ ഉപദ്രവിക്കുന്ന എന്തിനാ? നമ്മൾ പറയേണ്ടത് ആ പെണ്ണിനെ കൂടി പറയണ്ടേ? ഏ? ആ പെണ്ണിന് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അച്ഛനോടും അമ്മയോടും തുറന്ന് കാര്യം പറഞ്ഞാ പോരെ? ഇന്ന് എന്റെ കാര്യം തന്നെ എടുക്കാം. എന്നെ ഒരാൾ ഇന്ന് പെണ്ണ് കാണാൻ വരാനിരുന്നതാ. ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല, എനിക്ക് എന്റെ ചേട്ടനെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് ആ ബ്രോക്കറെ വിളിച്ചിട്ട് കാര്യം പറ, ഇവിടെ ആരും എന്നെ പെണ്ണ് കാണാൻ വരണ്ടാന്ന്. അങ്ങനെ ആ ബ്രോക്കർ വിളിച്ച ചെറുക്കനോട് പറഞ്ഞെന്ന്. അപ്പൊ ആ കിഴങ്ങൻ പറയേണ് ഒന്ന് പെറ്റതായാലും കുഴപ്പമില്ല, ഞാൻ വന്ന് കെട്ടിക്കോളാന്ന്. പാവോടാ, അവന്റെ അവസ്ഥ അതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? എന്റെ ചേട്ടാ, അങ്ങനെയുള്ള ആ കിഴങ്ങനെ ഞാൻ കെട്ടേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഒന്ന് നിർത്താവോ? നിങ്ങൾ രണ്ടുപേരും മാറി മാറി കിഴങ്ങൻ പറഞ്ഞായിരുന്നോ? ഈ പെണ്ണിനെ കാണാൻ പറ്റുന്ന ഒരു കിഴങ്ങാണെന്നല്ലേ പറഞ്ഞത്? ആ കിഴങ്ങൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അറിയൂടാ. ഈ നിക്കണ കിഴങ്ങൻ. ചേട്ടാ, രമണണ്ണാ, മോനെ രമണ, അമ്മക്ക് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ആ ജോത്സ്യം പറഞ്ഞത് ശരിയാടാ. ഈ ഷർട്ട് ഇട്ടുണ്ടോയാ കല്യാണം നടക്കുമെന്ന് പറഞ്ഞില്ലേ? ദേ അവന്റെ കല്യാണം നടന്ന കണ്ട. അപ്പൊ കല്യാണം നടന്ന സ്ഥിതിക്ക് എന്റെ ബ്രോക്കർ പീസ് കിട്ടി എനിക്കങ്ങ് പോവായിരുന്നു. ഞങ്ങള് നിങ്ങക്ക് ബ്രോക്കർ ആശുന്നത് എന്താണ് കാര്യമൊന്നോ? ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയപ്പോ തന്നെ അമ്മയുടെ എന്താ പറഞ്ഞത്? ഞാൻ ഇന്നുകൊണ്ട് കാണിക്കുന്ന പെണ്ണ് അമ്മയുടെ മരുമകളായിട്ട് ഈ വീട്ടിൽ വന്ന് കയറുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അമ്മയുടെ മരുമകളായിട്ട് ഈ വീട്ടിൽ നിന്ന് കയറിയോ? അതിന് ചത്തോടത്ത് നല്ല കരച്ചിലേക്കണത്. അറിഞ്ഞോന്ന് എനിക്കറിയാം. അനിയനോ ചേട്ടനോ ആരായാലും കല്യാണം കഴിച്ചല്ലോ. അപ്പൊ എന്റെ ബ്രോക്കർ പീസ് കിട്ടണം, മൊത്തമായിട്ട് കിട്ടുകയും ചെയ്യണം. മുഴുവനും വേണോ? എവിടെണ്ണ അത് വിട്, വേറെ ഉണ്ട്. തുളസിക്കതിരോ? അല്ല, ജമന്തിപ്പൂ. ജമന്തിപ്പൂ എത്രയെണ്ണം വരും? ഒരു 10 കാണും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്, ആ 100 ജമന്തിപ്പൂ എടുത്ത് ഒരു ടയറിന്റെ ചുറ്റിന് കെട്ടിവെച്ച് ഒരു റീത്തായി എന്റെ നെഞ്ചത്തോട്ട് വയ്യടാ. എറിയരുത്, അണ്ണ അടിക്കരുത്.